ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ LDCയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ PDF വേണ്ടവർ PDF കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ PDF വേണ്ടവർ താഴെ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതിൽ PDF അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2005-ലാണ്. 2005. അപ്പൊ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണ്? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005-ആണ്. ഓക്കെ ആണല്ലോ. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്. ഏതാണ്? പ്രൈമേറ്റുകൾ എന്ന ഗണത്തിൽപ്പെട്ടവയാണ് മനുഷ്യൻ. ഏതാണ്? പ്രൈമേറ്റുകൾ എന്ന ഗണത്തിൽപ്പെട്ടവയാണ് മനുഷ്യൻ. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ ആരാണ്? മസീനിയാണ്. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകനാണ് മസീനി. ആരാണ്? മസീനി. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു? എന്താ വിളിക്കുന്നത്? കാപ്പിരി. എന്താണ്? കാപ്പിരി. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ കാപ്പിരി. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? ജീവന്റെ ഉത്ഭവം സമുദ്രത്തിലാണ്. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിലാണ്. ജീവന്റെ ഉത്ഭവം സമുദ്രത്തിലാണ്. അഖിലസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ്? റഷ്യയാണ്. അഖിലസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യയാണ്. ആരാണ്? റഷ്യ. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. ആരാണ്? വുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകളാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങളാണ് ആൽഗകൾ. മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത്? ഏതാണ്? സമുദ്ര മലിനീകരണം. എന്താണ്? സമുദ്ര മലിനീകരണം. പസഫിക് സമുദ്രത്തിൽ ഏകദേശം എത്ര ദ്വീപുകൾ കാണപ്പെടുന്നു? ഏകദേശം 25,000 ദ്വീപുകളാണ് പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്നത്. എവിടെയാണ്? പസഫിക് സമുദ്രത്തിൽ 25,000-ലധികം ദ്വീപുകളാണ് കാണപ്പെടുന്നത്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ നീളം എത്രയാണ്? 16,000 കിലോമീറ്റർ ആണ്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ നീളമാണ് 16,000 കിലോമീറ്റർ. SCRTയിൽ 14,000 കിലോമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും നോക്കിയിട്ട് പോവുക. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. അപ്പൊ 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. സുനാമി എന്ന ജപ്പാൻ പദത്തിന്റെ അർത്ഥം തുറമുഖ തിരകൾ എന്നാണ്. എന്താണ് സുനാമി എന്നതിന്റെ അർത്ഥം? തുറമുഖ തിരകൾ. സുനാമി എന്നത് എന്ത് പദമാണ്? ജാപ്പനീസ് പദമാണ്. ജപ്പാൻ പദത്തിന്റെ അർത്ഥമാണ് തുറമുഖ തിരകൾ. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത മുഖമാണ് ഏത്? നാസിസം. ഏതാണ്? നാസിസം. സമുദ്രത്തിന്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? സമുദ്രത്തിന്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്ത്. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതിയാണ്. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതി ആണ്. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ബെർലിൻ ആണ്. ഏതാണ്? ബെർലിൻ. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ബെർലിൻ ആണ്. ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. ഏതാണ്? സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സ്വയം ഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ഏത്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. സ്വയം ഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷണം നൽകിയത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ്. ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര് എന്താണ്? ഗോണ്ട്വാനാലാൻഡ് ആണ്. എന്താണ്? ഗോണ്ട്വാനാലാൻഡ്. പാഞ്ചിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നാണ്. എന്താണ്? പന്തലാസ. പാഞ്ചിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്നത് പന്തലാസ എന്നാണ്.
ഏതു സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? എന്താണ്? യാൾട്ട സമ്മേളനം. ഏതു സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ യാൾട്ട സമ്മേളനം. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത്? ജനകീയ വിമോചന സേന. ഏതാണ്? ജനകീയ വിമോചന സേനയാണ് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം. ചൈന ജനകീയമായി റിപ്പബ്ലിക് ആയ വർഷം എപ്പോഴാണ്? 1949 ചൈന ജനകീയമായി റിപ്പബ്ലിക് ആയത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്